അനാസ്ഥ എങ്ങനെയാണ് ഒരു ജീവൻ എടുത്തത് അതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് തേവലക്കര ബോയ്സിലേക്ക് ഒന്ന് പോകാം. തേവലക്കര ബോയ്സ് സ്കൂളിന്റെ മുൻഭാഗം ഇതാണ്. 1917 സ്ഥാപിതമായ സ്കൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പിന്നിലുള്ള കെട്ടിടത്തിന് എത്ര പഴക്കമുണ്ട് എന്നതുകൂടി ആലോചിച്ച് നോക്കൂ. ആ കെട്ടിടം നിർമ്മിച്ചത് അരനൂറ്റാണ്ടിനപ്പുറം പഴക്കമുണ്ട് എന്നത് എല്ലാവരും പറയുന്നു. ഇതാണ് പ്രധാന പ്രവേശന കവാടം. ഈ അപകടത്തിൽ പൊലിഞ്ഞ മിഥുനെ നമ്മൾ കണ്ടുകൊണ്ട് വേണം ഈ സ്കൂളിന്റെ കവാടം കടന്ന് അകത്തേക്ക് പോകാൻ. ഈ കവാടം കടന്ന് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് അച്ഛൻ ഒരുക്കിവിട്ട മകനാണ്. ഈ കവാടം കടന്ന് പോയതാണ് ആ കുഞ്ഞ്. ഈ കവാടം കടന്ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇതാണ് അപകടമുണ്ടായ ആ പഴയ കെട്ടിടം. ആ പഴയ കെട്ടിടത്തിന്റെ ഈ ഒരു ഷെഡ് നമുക്ക് കാണാം. ഇതൊരു സൈക്കിൾ ഷെഡാണ്. കുട്ടികളുടെ സൈക്കിളുകൾ ഒക്കെ വെക്കുന്നതിന് ഇരുചക്ര വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതിനായി ഉപയോഗിക്കുന്ന കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാത്രം നിർമ്മിച്ച ഒരു ഷെഡാണിത്. ഈ ഷെഡിൽ അതായത് ഈ ഷെഡിന്റെ മുകൾ ഭാഗത്തായി നമുക്ക് ആസ്ബസ്റ്റോസ് ഇട്ട ആ ഷീറ്റിന്റെ ഭാഗവും കാണാം. അതിന് മുകളിൽ ഈ ബെഞ്ച് കിടക്കുന്നത് ഈ അപകടമുണ്ടായ പ്രദേശമാണ്. ഈ വൈദ്യുത ലൈന് നമുക്കിവിടെ കാണാം. കുറച്ചുകൂടി നമുക്ക് അതിന്റെ ഒരു മറ്റൊരു വശത്തു നിന്നുള്ള ദൃശ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ക്ലാസ് മുറിക്ക് അകത്ത് നിന്നുള്ള ദൃശ്യമാണ്. 9B ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ്. നമുക്ക് കാണാം ആ ക്ലാസ് മുറിയുടെ ജനാലയുടെ പകുതിയിൽ വെച്ച് തന്നെ നമുക്ക് ആ ഇലക്ട്രിക് ലൈൻ പോകുന്നത് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. ഇത് സാധാരണ തടിക്കഷണങ്ങൾ വെച്ച് പഴയ കാലത്ത് കടകളിൽ അതുപോലെ തന്നെ കെട്ടിടങ്ങളിലൊക്കെ തടിക്കഷണങ്ങൾ വെച്ച് ജനലിന് പകരമായി വെക്കുന്നത് പോലെയുള്ള പാളികൾ, അതാണ് ഈ സ്കൂളിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഇന്നും ഈ 2025 ജൂലൈയിലും നിൽക്കുന്ന സാഹചര്യം ഇതാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സ്കൂളിന്റെ മുൻഭാഗം നല്ല മോടിയുണ്ട്. പിന്നിലുള്ള പഴയ കെട്ടിടത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ ഭാഗം വഴിയാണ് പുറത്തേക്ക് മിഥുൻ ഇറങ്ങുന്നത്. നമുക്ക് അടുത്ത മറ്റൊരു ദൃശ്യത്തിലേക്ക് കൂടി വരാം. ഇത് ആ ക്ലാസ് മുറിയുടെ കുറച്ചുകൂടി അടുത്തുള്ള ദൃശ്യമാണ്. ഇതാണ് ആ ആസ്ബസ്റ്റോസ് ഷീറ്റ് തുടങ്ങുന്ന ഭാഗം. ഇവിടേക്ക് ഇതിന് പുറത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പാളികൾ വെച്ചിരിക്കുന്നതിന്റെ പുറത്തുകൂടി ഇവിടെ ഇപ്പോൾ ഈ ആൾ നിൽക്കുന്ന ഇത് മറ്റൊരു സ്കൂളിലെ അധ്യാപകനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അപകട സ്ഥലം അദ്ദേഹം നോക്കിക്കാണുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിൽക്കുന്നത് പോലെ ഒന്നുകിൽ ഒരു സ്റ്റൂൾ അല്ലെങ്കിൽ അവിടെയുള്ള ബെഞ്ചോ ഡെസ്കോ അതിന്റെ പുറത്ത് കയറി നിന്ന് ഇതിന് പുറത്തേക്ക് കയറി നൂഴ്ന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെയാണ് മിഥുൻ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആ CCTV ദൃശ്യത്തിൽ കണ്ടതുമാണ്. നോക്കൂ അതിന്റെ ദൂരക്കാഴ്ച. ഇത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിലെ ഒരു ബെഞ്ചിൽ അല്ലെങ്കിൽ ഡെസ്കിൽ കയറി നിന്നാൽ മാത്രമേ ഇങ്ങനെ എത്തി അവിടേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇതുവഴിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ മറ്റു മറകളൊന്നുമില്ല. കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ അപകട സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇതാണ് ആ ഇലക്ട്രിക് ലൈനുകൾ കിടക്കുന്നത്. എത്ര അടുത്താണ് നോക്കൂ. ആ ആസ്ബസ്റ്റോസ് ഷീറ്റിൽ നിന്ന് ഒരു കുട്ടിയുടെ 13 വയസ്സ് തകര ഷീറ്റിന്റെ മുകളിൽ ആ ഒരു കുട്ടി നിൽക്കുമ്പോൾ അതിന്റെ അരഭാഗം വരെ താഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് വൈദ്യുത ലൈൻ കിടക്കുന്നത്. അപകട സാധ്യത വളരെ കൂടുതലാണ്. സ്കൂൾ കോമ്പൗണ്ടാണ്. സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിൽ തന്നെയാണത് കിടക്കുന്നത്. ആ തകര ഷീറ്റിൽ ഇത് വന്ന് തൊട്ട് കഴിഞ്ഞാലും അപകട സാധ്യതയുണ്ട് എന്നത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് മെയ് മാസത്തിൽ അറിയിച്ചു. രേഖാമൂലം അറിയിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അറിയിച്ചില്ല എന്നതാണ് പറയുന്നത്. ഈ സ്ഥലത്ത് നിന്നാണ് അപകടം ഉണ്ടാകുന്നത്. അന്ന് അപ്പോൾ അപകട വേളയിൽ മിഥുനെ അവിടെ നിന്ന് രക്ഷിക്കാനായി കൊണ്ടുവന്നതാണ് ഈ ബെഞ്ചും മറ്റ് സാധനങ്ങളും ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് അപകടത്തിന്റെ CCTVയിൽ നിന്നുള്ള ഫുട്ടേജിൽ നിന്നുള്ള ഒരു ക്യാപ്ചർ ഷോട്ടാണിത്. അതിൽ നോക്കൂ, മിഥുൻ നടന്ന് അടുക്കുന്നു. മിഥുൻ ആ ഒരു കമ്പിയിലേക്ക് വീഴുന്ന ഭാഗമാണിത്. അവിടെ മിഥുന്റെ അരഭാഗം വരെ ഈ കമ്പി ഇങ്ങനെ കിടക്കുകയാണ്. സ്ലിപ്പാകുമ്പോൾ അതിലേക്ക് നേരെ പോയി മിഥുൻ വീഴുകയാണ്. ചെരുപ്പ് കിടക്കുന്നത് കുറച്ചുകൂടി മുന്നിലാണ്. കൂട്ടുകാരന്റെ ചെരുപ്പ് എടുക്കാൻ പോയതാണ്. ഇങ്ങനെ ഒരു അപകടം, തന്റെ ജീവൻ എടുക്കുന്ന ഒരു അപകടം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല മിഥുൻ നടന്നു പോയത്. പക്ഷേ ഇങ്ങനെയൊരു തുറസായ ഒരു ഇറങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു പാത അവിടെ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ അപകടത്തിൽ മിഥുന്റെ ജീവൻ പൊലിയുന്നത്. ആ കമ്പിയിലേക്ക് താഴെ ഇതൊന്നും അറിയാതെ മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സൈക്കിൾ ഷെഡിന്റെ പുറത്ത് അതിന് മുകളിൽ ആ തകര ഷീറ്റിന് മുകളിൽ ആ കമ്പിയിൽ കുരുങ്ങി മിഥുന്റെ പ്രാണൻ പൊലിയുകയാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. പതിറ്റാണ്ടുകളായി ഈ വൈദ്യുത ലൈൻ ഇതുപോലെ തന്നെ കിടക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിച്ചില്ല എന്ന് ചുരുക്കം. KCBയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. മാനേജ്മെന്റും PTA എല്ലാവരും ഉത്തരവാദികളാണ്. അനാസ്ഥയുടെ ഇരയാണ് മിഥുൻ എന്ന് പറയുന്നു നാട്ടുകാർ. അല്ല, നമ്മൾ നാട്ടുകാരാണ്. ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം ഇത് നേരത്തെ നീക്കം ചെയ്യേണ്ടതാണ്. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കേസല്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ 84 സ്റ്റുഡൻ്റാണ്. അന്ന് തൊട്ടേ ലൈൻ ഇങ്ങനെ കിടക്കുവാണ്. ഗേൾസും ബോയ്സും കൂടെ ഒരുമിച്ചുള്ള 2 സ്കൂളും കൂടെ. അത്ര 10,500 പിള്ളേർ പഠിക്കുന്നതാണ് ഇവിടെ.